Good morning, students. Today I am going to take the next topic, that is introducing MS PowerPoint 2010. എന്താണ് ഇൻട്രൊഡ്യൂസിങ് MS PowerPoint 2010. അപ്പോൾ നെക്സ്റ്റ് ഈ ചാപ്റ്റർ നമ്മൾ എന്താ പഠിക്കണേ? MS PowerPoint. MS PowerPoint എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൈക്രോസോഫ്റ്റ് അല്ലേ? MS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈക്രോസോഫ്റ്റ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് PowerPoint 2010 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്? മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഈസ് എ പ്രോഗ്രാം യൂസ്ഡ് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ. എന്താണ്? പ്രസൻറ്റേഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്? മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ പ്രസൻറ്റിംഗ് ഇൻഫർമേഷൻസ് ഓൺ എ ടോപ്പിക് യൂസിങ് മൾട്ടിമീഡിയ എലമെൻറ്റ്സ് സച്ച് ആസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ ആൻഡ് ആനിമേഷൻ ഈസ് കോൾഡ് എ പ്രസൻറ്റേഷൻ. ഇനി എന്താണ് പ്രസൻറ്റേഷൻ? നമ്മൾ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി എന്താണ് പ്രസൻറ്റേഷൻ എന്നുള്ളതാണ് സെക്കൻഡ് പാരയിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്താണ് പ്രസൻറ്റേഷൻ? ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. ഏതൊക്കെ മൾട്ടിമീഡിയ എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട്? ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്, സെൻറ്റൻസ് അങ്ങനെയുള്ള ഡേറ്റകളല്ലേ? അപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് കൊടുക്കണം അല്ലേ? അതുപോലെ തന്നെ ഗ്രാഫിക്സ് യൂസ് ചെയ്യാം, ഓഡിയോസ് യൂസ് ചെയ്യാം, ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത വീഡിയോസ് നമുക്ക് കയറ്റാം, അതുപോലെ ആനിമേഷൻസ് കയറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിമീഡിയ എലമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ടോപ്പിക്കിൻ്റെ ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൻ്റെ ഡേറ്റയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് യു ക്യാൻ ക്രിയേറ്റ് സ്ലൈഡ്സ് ടു പ്രസൻറ്റ് ഇൻഫർമേഷൻ എബൌട്ട് ദ ടോപ്പിക്. എന്താണ്? മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൽ നമുക്ക് സ്ലൈഡ്സ്, അതായത് ഒരു ഇൻഫർമേഷനെ കുറിച്ച് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് സ്ലൈഡ് രൂപേണ പ്രസൻറ്റ് ചെയ്യാം. അപ്പം കുഞ്ഞുങ്ങൾ സ്കൂളിലായിരുന്നെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? വീഡിയോ കോൺഫറൻസ് കോളിൽ പോയിട്ട് നിങ്ങൾക്ക് സ്ലൈഡ് യൂസ് ചെയ്തിട്ടുള്ള, അതായത് ഇപ്പം ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഡേറ്റയിൽ വിശദീകരിക്കും, ദെൻ ആ സ്ലൈഡ് മൂവ് ചെയ്തിട്ട് അടുത്ത ഡേറ്റയിൽ വിശദീകരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽസ് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സ്ലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പേരൻസിൻ്റെ ഹെൽപ്പോടുകൂടി വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവർ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെന്നുണ്ടെങ്കിൽ പേരൻസിനോട് പറയുക, എന്നെ ഒന്ന് സ്ലൈഡ് കാണിച്ചു തരാൻ പറയാം. അത് കണ്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. എന്താണ് സ്ലൈഡ് എന്നുള്ള കോൺസെപ്റ്റ്? സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമ്മളുടെ ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് ഓരോ ഷേപ്സിൽ, ചിലപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്സിൽ തന്നെ ഒരു ബോക്സിലായിട്ടായിരിക്കും, പല ഷേപ്സിൽ നമുക്ക് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. എ സ്ലൈഡ് ഈസ് എ സിംഗിൾ പേജ് ഇൻ എ പവർ പോയിൻറ്റ്. സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പവർ പോയിൻറ്റിലെ ഒരു സിംഗിൾ പേജാണ്. ഓക്കെ, ഒരു പവർ പോയിൻറ്റ് ഫയലിലെ ഒരു സിംഗിൾ പേജാണ് എന്തെന്ന് പറയുന്നത്? സ്ലൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്പ്ലേസ് ടെക്സ്റ്റ്, പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ്. അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം, പിക്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം, വീഡിയോസൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതായത് ഒരു ടൈമിൽ ഒരു സ്ലൈഡാണ് നമുക്ക് കാണുന്നതെങ്കിൽ ആ സ്ലൈഡിൻ്റെ അകത്ത് നമുക്ക് വേണ്ട ടെക്സ്റ്റുകൾ, നമ്മുടെ പിക്ചേഴ്സുകൾ, നമുക്ക് വേണ്ട വീഡിയോസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്താം. അപ്പോൾ സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസ് എ സിംഗിൾ പേജ് ഇൻ എ പവർ പോയിൻറ്റ് ഫയൽ. ഒരു പവർ പോയിൻറ്റ് ഫയലിലെ ഒരു സിംഗിൾ പേജാണ് എന്തെന്ന് പറയുന്നത്? സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൈക്രോസോഫ്റ്റ് എന്ന് മനസ്സിലായല്ലോ? മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ക്രിയേറ്റ് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി വാട്ട് ഈസ് പ്രസൻറ്റേഷൻ? എന്താണ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രസൻറ്റിംഗ് ഇൻഫർമേഷൻ
ഓൺ എ ടോപ്പിക് യൂസിങ് മൾട്ടിമീഡിയ എലമെൻറ്റ്സ്. എന്താണ്? ഒരു ടോപ്പിക്കിൻ്റെ ഇൻഫർമേഷനെ മൾട്ടിമീഡിയ എലമെൻറ്റ്സ് യൂസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൽ നമുക്ക് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ പേജ് ഇൻ എ പവർ പോയിൻറ്റ് ഫയൽ. ഒരു പവർ പോയിൻറ്റ് ഫയലിലെ ഒരു സിംഗിൾ പേജാണ്. ഇറ്റ് ഡിസ്പ്ലേസ്, അത് എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്? ടെക്സ്റ്റ്, പിക്ചേഴ്സ്, വീഡിയോസ്. എന്തൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ടെക്സ്റ്റ്, പിക്ചേഴ്സ്, വീഡിയോസ് ഒക്കെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയ സ്റ്റാർട്ടിങ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്. എന്താണ് സ്റ്റാർട്ടിങ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്? മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എങ്ങനെയാണ് ഇനിയും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിൻ്റെ ഒരു പാർട്ടാണ്, അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നതും മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എന്ന് പറയുന്നത്. ദ പ്രൊസീജിയർ ടു സ്റ്റാർട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഈസ് ദ സെയിം ആസ് മൈക്രോസോഫ്റ്റ് വേർഡ്. അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ പ്രൊസീജിയർ തന്നെയാണ് എന്തും മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഈസ് എ പാർട്ട് ഓഫ് ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിൻ്റെ കൂടെ ഉള്ള ഒരു പാർട്ടാണ്, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്തെന്ന് പറയുന്നതും മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്നതും. ഇനി മൈക്രോസോഫ്റ്റ് വേർഡ് എങ്ങനെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി. ക്ലിക്ക് ദ സ്റ്റാർട്ട് ബട്ടൺ. ആദ്യം എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഐക്കൺ കൊടുത്തേക്കത് കണ്ടല്ലോ, എല്ലാവരും ശ്രദ്ധിച്ച്. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ദ സ്റ്റാർട്ട് മെനു അപ്പിയേഴ്സ് അല്ലേ? സ്റ്റാർട്ട് മെനു അപ്പിയർ ആയിട്ട് വരും. ഈ സ്റ്റാർട്ട് മെനു ആണ് ഈ 5.1 കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു സ്റ്റാർട്ട് മെനു ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയുടെ സ്ക്രീൻ പ്രസൻറ്റേഷനാണ് ഈ 5.1 കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റാർട്ട് മെനു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി എന്തുവാ ക്ലിക്ക് ചെയ്യുന്നത്? എന്താ? ഓൺ ദ ലെഫ്റ്റ് പെയിൻ, അതായത് ലെഫ്റ്റ് സെക്ഷൻ അല്ലേ? ലെഫ്റ്റ് സെക്ഷനിൽ ക്ലിക്ക് ദി ഓൾ പ്രോഗ്രാംസ്. ഓൾ പ്രോഗ്രാംസ് എന്ന് പറയുന്ന 5.2 നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? സ്റ്റാർട്ട് മെനുവിൽ 5.1 സ്റ്റാർട്ട് മെനു അപ്പിയർ ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും 5.1 ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ലെഫ്റ്റ് സെക്ഷനിൽ ഏറ്റവും താഴത്തെ ഇതെന്താണ്? ഓൾ പ്രോഗ്രാംസ് അല്ലേ? അപ്പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓൾ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഓൾ പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ഡെവലപ്പായിട്ട് വരും അല്ലേ? അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ സെലക്ട് ചെയ്യേണ്ടേ? സ്ക്രോൾ ഡൗൺ ആൻഡ് ക്ലിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഓൾ പ്രോഗ്രാം വന്നു കഴിയുമ്പം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യണം. അതായത് ഫസ്റ്റ് അത് വരുമ്പോൾ തന്നെ കാണാൻ പറ്റത്തില്ല. താഴോട്ട് ആ പേജ് ഒന്ന് ലെഫ്റ്റ് പെയിൻ ഒന്ന് സ്ക്രോൾ ചെയ്തെങ്കിൽ മാത്രമേ മൈക്രോസോഫ്റ്റ് ഓഫീസ് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണം? ഒന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം? മൈക്രോസോഫ്റ്റ് ഓഫീസിൽ ക്ലിക്ക് ചെയ്യണം. Okay, the Microsoft Office folder expands as shown in figure 5.2. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഫോൾഡർ എന്ത് ചെയ്യും? മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഫോൾഡർ എന്ത് ചെയ്യും? ഓപ്പൺ ആയിട്ട് വരും അല്ലേ? ആ സ്ക്രീൻ പിക്ചറാണ് 5.2 കൊടുത്തിരിക്കുന്നത് കേട്ടോ. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഫോൾഡർ എക്സ്പാൻഡ് ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ് 5.2 ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കും കൂടെ നോക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഫോർത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലിക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 2010. എന്നിട്ട് എന്ത് ചെയ്യണം? മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 2010 ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ദ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് വിൻഡോ അപ്പിയേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ 5.3. 5.3 എന്ന് പറയുന്ന ഫിഗർ കാണുന്നത് പോലെ ഇതേണ്ട് കണ്ടോ? ഈ ഒരു സെക്ഷനായിട്ട്, അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 2010 ഓപ്പൺ ആയി കഴിയുമ്പോഴുള്ള വിൻഡോ ഏതാണ്? ഈ പിക്ചറാണ് കേട്ടോ. 5.3 നമ്മൾ കാണുന്ന ഈ വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആദ്യം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ലെഫ്റ്റ് പെയിനിൽ ലെഫ്റ്റ് സെക്ഷനിൽ ഓൾ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. ഓൾ പ്രോഗ്രാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. മൈക്രോസോഫ്റ്റ് ഓഫീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അത് ആ ഫോൾഡർ എക്സ്പാൻഡ് ആയി വരും.
അതിൽ നിന്നും മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 2010 എന്നുള്ള സെക്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അന്നേരം മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് വിൻഡോ അപ്പിയർ ആയിട്ട് വരും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ വിൻഡോയിൽ പല സെക്ഷൻസ് ഉണ്ട് അല്ലേ, അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് കമ്പോണൻസ് ഓഫ് ദ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് വിൻഡോ. എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് വിൻഡോയിലെ കമ്പോണൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ നോക്കിക്കേ, ഓരോ കമ്പോണൻസും നോക്കി. ഫസ്റ്റ് കണ്ടോ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, അതായത് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൂൾ ബാർ ഉള്ളത് എവിടെയാണ്? മുകളിലത്തെ സെക്ഷൻ കണ്ടോ, ദാറ്റ് ഈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ആ റെഡ് ലൈൻ ഉള്ളത് കണ്ടോ, മിസ് സൂം ചെയ്ത് കാണിക്കാം. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഏറ്റവും മുകളിലുള്ള ഒരു സെക്ഷൻ കണ്ടോ, ദാറ്റ് ഈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടോ പ്രസൻറ്റേഷൻ 1, ദാറ്റ് ഈസ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ടൈറ്റിൽ ബാർ. അതെന്താണ്? ടൈറ്റിൽ ബാറാണ്. നമ്മൾ എന്ത് ടൈറ്റിലാണോ കൊടുക്കുന്നത് ആ ടൈറ്റിൽ അപ്പിയർ ആയിട്ട് കാണുന്നത് എവിടെയാണ്? ഏറ്റവും മുകളിൽ ആ മിഡിൽ പോർഷൻ കണ്ടോ, അവിടെ ആ ടൈറ്റിൽ ബാർ എന്ന് കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊരു ഫയൽ നെയിം ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് മീൻസ് ഓട്ടോമാറ്റിക്കലി മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പേരുകളാണ് എന്തെന്ന് പറയുന്നത്? പ്രസൻറ്റേഷൻ 1. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി പ്രസൻറ്റേഷൻ 1 ഉണ്ടെങ്കിൽ അടുത്ത പ്രസൻറ്റേഷൻ 2 എന്നും പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. ദാറ്റ് ഈസ് ഡീഫോൾട്ട് നെയിം. അത് ഡീഫോൾട്ട് നെയിമാണ്. ഡീഫോൾട്ട് നെയിം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുക. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം. അപ്പോൾ ടൈറ്റിൽ ബാർ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എന്താണോ ആ മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻറ്റ് നമ്മൾ കൊടുക്കുന്ന മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് വിൻഡോയുടെ എന്ത് പേരാണോ നമ്മൾ കൊടുക്കുന്നത് ആ പേര് ഡിസ്പ്ലേ ആയിട്ട് അല്ലെങ്കിൽ അത് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ടൈറ്റിൽ ബാറിലാണ്. ഓക്കെ, ദെൻ അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ട്രാൻസിഷൻ, ആനിമേഷൻ, സ്ലൈഡ് ഷോ, റിവ്യൂ, വ്യൂ എന്നൊക്കെ പറഞ്ഞൊരു സെക്ഷൻ കണ്ടോ. ആ റോയ്ക്ക് പറയുന്ന പേരാണ് ടാബ്സ്. എന്താണ്? ടാബ്സ്. ആ റോയ്ക്ക് പറയുന്ന പേരാണ് ടാബ്സ്. അതിൻ്റെ തൊട്ടടുത്തുള്ള സെക്ഷൻ കണ്ടോ, ദാറ്റ് ഈസ് റിബൺ. ആ സെക്ഷന് പറയുന്നതാണ് റിബൺ. ദാറ്റ് ഈസ് ഇപ്പോൾ ഫയൽ എന്ന് പറയുന്ന ടാബാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിബൺസ് ആയിരിക്കും താഴെ കൊടുക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഹോം എന്ന് പറയുന്ന ടാബാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഹോമിൻ്റെ ഉള്ളിൽ വരുന്ന റിബൺ ആയിരിക്കും തൊട്ട് താഴെ കൊടുക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് റിബൺ. അതെന്താണ്? റിബൺ. ഇനി അടുത്ത കണ്ടോ സ്ലൈഡ് പെയിൻ. ഇതിപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു സ്ലൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ലൈഡ് വന്ന് കിടക്കുന്നത് എവിടെയാണ്? ലെഫ്റ്റ് പെയിനിൽ, ലെഫ്റ്റ് സെക്ഷനിൽ വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തൊരു സ്ലൈഡാണിത്, 1 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, ദാറ്റ് ഈസ് സ്ലൈഡ് പെയിൻ. അതിന് നമുക്ക് എന്തെന്ന് പറയാം? സ്ലൈഡ് പെയിൻ എന്ന് പറയും. ഇനി തൊട്ടിപ്പുറത്തെ ഇത് കണ്ടോ, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് കണ്ടോ, ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷൻ കണ്ടോ, ദാറ്റ് ഈസ് സ്ലൈഡ്. അതിന് നമുക്ക് എന്തെന്ന് പറയാം? സ്ലൈഡ്. അതാണ് സ്ലൈഡ്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഫസ്റ്റ് വരുന്നതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ള പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈറ്റിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമുക്കൊരു സബ് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ അതിനും സ്പേസ് ഉണ്ട്. അടുത്ത് ടെക്സ്റ്റ് ബോക്സ് കണ്ടോ, തൊട്ടടുത്ത് ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ ഉണ്ട്, അവിടെ കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ അതൊരു ഫോർമാറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദാറ്റ് ഈസ് സ്ലൈഡ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ലൈഡ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും തൊട്ട് താഴെ കണ്ടോ ക്ലിക്ക് ടു ആഡ് നോട്ട്സ് ആഡ് ചെയ്യാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട്സ് പെയിൻ. അതിനെ എന്തെന്ന് പറയുന്നു? നോട്ട്സ് പെയിൻ എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെ കമ്പോണൻസ് ആണ് നമ്മൾ പഠിച്ചത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, ടാബ്സ്, റിബണ്, സ്ലൈഡ് പെയിന്, പിന്നെ സ്ലൈഡ്, ദെൻ നോട്ട്സ് പെയിൻ. ഇതൊക്കെ മൈക്രോസോഫ്റ്റ് വിൻഡോയിലെ ഏതൊക്കെ പോർഷനിലാണെന്ന് മനസ്സിലായോ? ഫിഗർ നോക്കി പഠിച്ചപ്പോൾ മനസ്സിലായോ? ഇനി നമുക്ക് അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം, ഓരോന്നും എന്താന്ന് കേട്ടോ. ആദ്യത്തെ നോക്കിയേ, ടൈറ്റിൽ ബാർ മിസ് ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഡിസ്പ്ലേസ് ദ നെയിം ഓഫ് ദ പ്രസൻറ്റേഷൻ. എന്താണ്? നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ നെയിം എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്? ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ക്വിക്ക് ആക്സസ് ടു സം കമൻറ്റ്സ് സച്ച് ആസ് സേവ്, അൺഡു ആൻഡ് റീഡു. അതായത് ക്വിക്ക് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ചില പർട്ടിക്കുലർ കമൻറ്റ്സ് ഉള്ള ഒരു സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്?
ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതിൻ്റെ അകത്ത് ഏതൊക്കെ സെക്ഷനാണുള്ളത്? സേവ് ചെയ്യാൻ, അൺഡു ആൻഡ് റീഡു. അതായത് അൺഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് നമ്മൾ വിചാരിക്കുക നമുക്ക് വേണ്ടായിരുന്നു, അങ്ങനെ ഒരു ചേഞ്ചസ് വേണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ അൺഡു എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് റീഡു. ഓക്കെ, ദാറ്റ് ഈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റകൾ ഇട്ടിരിക്കുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ റിബൺ ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ടൈറ്റിൽ ബാർ. അത് മിസ്സ് കാണിച്ചു തന്നു ഫിഗർ വെച്ചിട്ട് കേട്ടോ. ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിബൺ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടാബ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ദാറ്റ് ഹാസ് ഓപ്ഷൻസ് ടു പെർഫോം ഡിഫറെൻറ്റ് ടാസ്ക്. അപ്പം ഈ റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടും? ഏത് ടാബാണോ നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ആ ടാബും അതിൻ്റെ ഗ്രൂപ്പ്സും അതിൻ്റെ ഓപ്ഷൻസും. ഓരോ പർട്ടിക്കുലർ ഗ്രൂപ്പിലും ഓരോ പർട്ടിക്കുലർ ഓപ്ഷൻസുകളുണ്ടാവും അല്ലേ? പല ഡിഫറെൻറ്റ് ടാസ്കുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡേറ്റകൾ പെർഫോം ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് ടാസ്കുകളുണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിബൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫയൽ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ എന്ന് പറയുന്ന ടാബിൻ്റെ ഉള്ളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഡിഫറെൻറ്റ് ടാസ്ക് പെർഫോം ചെയ്യുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതും ഈ ഫയൽ എന്ന് പറയുന്ന ടാബും അതിൻ്റെ താഴെ ഉൾപ്പെടുന്ന ഈ ഓപ്ഷൻസും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ടാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടാബ്സ് ആർ ഡിഫറെൻറ്റ് മെനൂസ് ദാറ്റ് ഡിസ്പ്ലേ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ടു പെർഫോം ടാസ്ക് അല്ലേ? ടാബ്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള മെനുകളാണ്. അതെന്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും? അതിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസുകൾ നമുക്ക് ഡിഫറെൻറ്റ് ടാസ്ക് പെർഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓപ്ഷൻസിനെ നമുക്ക് കാണിക്കുന്ന ഒരു സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്? ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിക്കിംഗ് ഓൺ ഈച്ച് ടാബ് ഡിസ്പ്ലേയിങ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഓരോ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓരോ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഫയൽ എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഓപ്ഷൻസ് ഒന്നും ആയിരിക്കത്തില്ല ഹോം എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. മനസ്സിലായോ? ഈച്ച് ആൻഡ് എവറി വൺ ഈസ് ഡിഫറെൻറ്റ്. ഓരോന്നും ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? അപ്പം ഓരോ ടാബിലും ഓരോ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത എന്താ? സ്ലൈഡ്. എന്താണ് സ്ലൈഡ്? എ സ്ലൈഡ് ഈസ് എ പേജ് വെയർ യു പ്രസൻറ്റ് ദ ഇൻഫർമേഷൻ. സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജാണ്. എവിടെയാണോ നമ്മൾ ആ ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ദാറ്റ് പേജ് ഈസ് നോൺ ആസ് സ്ലൈഡ്. ആ പേജിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്ലൈഡ് എന്ന് പറയാം. ദെൻ അടുത്ത എന്താണ്? സ്ലൈഡ് പെയിൻ. സ്ലൈഡ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് പെയിൻ ഡിസ്പ്ലേസ് ഓൾ ദ സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ. സ്ലൈഡ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് പെയിൻ ഡിസ്പ്ലേസ് ഓൾ ദ സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷനിലുള്ള എല്ലാ സ്ലൈഡിനെയും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്? സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. എന്താണ് സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്? ദിസ് പെയിൻ ഡിസ്പ്ലേസ് ഓൾ ദ സ്ലൈഡ്സ് ഇൻ എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷനിലുള്ള എല്ലാ സ്ലൈഡിനെയും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ് എവിടെ എന്ന് പറയുന്നത്? സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത വണ്ണം എന്താണ്? നോട്ട്സ് പെയിൻ. നോട്ട്സ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് പെയിൻ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് നോട്ട്സ് എബൌട്ട് ദ സ്ലൈഡ് യു ആർ വർക്കിംഗ് ഓൺ. എന്താണ് ഈ പെയിൻ? എന്താ കാണിക്കുന്നത്? നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നോട്ട്സ് നമുക്ക് താഴെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നോട്ട്സ് പെയിൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് പെയിൻ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് നോട്ട്സ് എബൌട്ട് ദ സ്ലൈഡ് യു ആർ വർക്കിംഗ് ഓൺ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡിൽ എന്തെങ്കിലും നോട്ട്സ് നമുക്ക് എക്സ്ട്രാ കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നോട്ട്സ് പെയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ക്രിയേറ്റിംഗ് എ ന്യൂ പ്രസൻറ്റേഷൻ. പുതിയൊരു പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? എന്താണ്?
ക്രിയേറ്റിംഗ് എ ന്യൂ പ്രസൻറ്റേഷൻ. ഓക്കെ, അത് നോക്കിക്കേ. വർക്കിംഗ് ഓൺ എ ന്യൂ പ്രൊജക്റ്റ് ഇൻ എ പവർ പോയിൻറ്റ് വുഡ് റിക്വയർ യു ടു ക്രിയേറ്റ് എ ന്യൂ പ്രസൻറ്റേഷൻ. അതായത് നമുക്ക് പവർ പോയിൻറ്റിൽ പുതിയൊരു പ്രോജക്റ്റ് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വേണം? പുതിയൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പുതിയൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചു. ദെൻ അടുത്ത എന്താ പറയണേ എങ്ങനെ പുതിയൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കി. ടു ക്രിയേറ്റ് എ ന്യൂ പ്രസൻറ്റേഷൻ ക്ലിക്ക് ദ ഫയൽ ടാബ്. ആദ്യം എന്ത് ചെയ്യുക? പുതിയൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ഫയൽ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ വിൻഡോ അപ്പിയർ ആയിട്ട് വരും. ആസ് ഷോൺ ഇൻ ഫിഗർ 5.4. 5.4 കാണുന്ന ഈ ഒരു ഫിഗർ കണ്ടോ? ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഏറ്റവും മുകളിൽ ടാബിൽ ഫയൽ എന്ന് പറയുന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഫയലിൻ്റെ ഏറ്റവും താഴെ നോക്കിക്കേ, ന്യൂ എന്ന് പറയുന്ന, താഴെയല്ല മിഡിലായിട്ട് ന്യൂ എന്ന് പറഞ്ഞൊരു വരും. അപ്പോൾ ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ന്യൂ ടാബ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ദെൻ ഫയൽ ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്ത് വേണം? ന്യൂ എന്ന് പറയുന്ന സെക്ഷനുണ്ട്. അടുത്ത നമ്മൾ എന്താ ക്ലിക്ക് ചെയ്യേണ്ടത്? ഈ ന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യണം. മിസ് ഫിഗർ കാണിച്ചു തന്നില്ലേ? ക്ലിക്ക് ദ ന്യൂ ടാബ്. അടുത്ത എന്ത് വേണം? ന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ മൂന്നാമത് എന്താ പറയുന്നത്? ഫ്രം ദ മിഡിൽ പെയിൻ. ന്യൂ ടാബിൽ ഒരു മിഡിൽ സെക്ഷൻ ഉണ്ടല്ലോ, അതായത് 5.4 ഫിഗർ ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ആ മിഡിൽ പെയിനിൽ അണ്ടർ അവൈലബിൾ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്, അതായത് ആ മിഡിൽ സെക്ഷനിൽ അവൈലബിൾ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിൽ നിന്ന് ക്ലിക്ക് ദ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഐക്കൺ. എന്താണ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഐക്കൺ? ക്ലിക്ക് ചെയ്യുക. എല്ലാവരും 5.4 ഫിഗർ ഒന്ന് നോക്കിക്കേ. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് പെയിനിൽ മുകളിൽ ഫയലുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫയൽ ടാബിൽ നിന്ന് നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യുക? ന്യൂ എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മിഡിൽ സെക്ഷനിൽ അവൈലബിൾ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് എന്ന് പറഞ്ഞൊരിത് വരും. അതിൻ്റെ അകത്ത് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ തന്നെ ഒരു യെല്ലോ ഷെയ്ഡിൽ കണ്ടോ? അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ദ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഐക്കൺ, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ഓൺ ദ റൈറ്റ് പെയിൻ ക്ലിക്ക് ദ ക്രിയേറ്റ് ഐക്കൺ. എന്നിട്ട് എന്ത് ചെയ്യുക? ബ്ലാങ്ക് പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എ ന്യൂ പ്രസൻറ്റേഷൻ വിൻഡോസ് അപ്പിയർ. അപ്പോൾ എന്ത് ചെയ്യും? പുതിയ പ്രസൻറ്റേഷൻ വിൻഡോ അപ്പിയർ ആയിട്ട് വരും. എന്താണ്? എ ന്യൂ പ്രസൻറ്റേഷൻ വിൻഡോ അപ്പിയേഴ്സ്. പുതിയ പ്രസൻറ്റേഷൻ വിൻഡോ അപ്പിയർ ആയിട്ട് വരും. മനസ്സിലായോ? ആദ്യം മിസ് ഒന്നും കൂടെ ഫിഗർ ഒന്ന് കാണിക്കാം. നോക്കിക്കേ, കണ്ടോ? ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ഫയലിൽ നിന്ന് ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ നടുക്കത്തെ സെക്ഷൻ കണ്ടോ? അവൈലബിൾ ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്. അതിൽ ഫസ്റ്റ് കണ്ടോ ഒരു യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്? ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സെക്ഷൻ കണ്ടോ? റൈറ്റ് സെക്ഷനിൽ ഈ തൊട്ട് ഏറ്റവും താഴെ ഐക്കൺ കണ്ടോ? ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കണ്ടോ? ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു പ്രസൻറ്റേഷൻ നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, ദെൻ അടുത്ത നോക്കിയാൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ സെക്ഷനെ കുറിച്ച് കേട്ടോ. ഒന്ന് നോക്കിയാൽ മിസ് പറഞ്ഞുതരാം. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ. ഓൾ ഓഫ് യു റൈറ്റ് പ്രസൻറ്റേഷൻ. ഫസ്റ്റ് വണ്ണിൻ്റെ ബ്ലാങ്ക് പ്ലേസിൽ എന്താ എഴുതണ്ടേ? പ്രസൻറ്റേഷൻ. Microsoft PowerPoint is used to create presentation. Okay, എഴുതിയോ? presentation. Okay, then second one എന്താണ്? You can start Microsoft PowerPoint from the dash menu. എവിടെ നിന്നാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഏത് മെനുവിൽ നിന്നാണ്? സ്റ്റാർട്ട് മെനു. എന്താണ്? സ്റ്റാർട്ട് മെനു. യു ക്യാൻ സ്റ്റാർട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ഫ്രം ദി സ്റ്റാർട്ട് മെനു. ഓക്കെ, ഇനി തേർഡ് എന്താ? ദി ഡാഷ് ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ടൈറ്റിൽ ബാർ ഓൺ ദ പവർ പോയിൻറ്റ് വിൻഡോ. എന്താണ്? ടൈറ്റിൽ ബാറിൻ്റെ തൊട്ട് താഴെയായിട്ട് പവർ പോയിൻറ്റിൽ ഏതാ ഉള്ളത്? ടാബ്സ്. എന്താണ്? tabs. The tabs, TABS, the tabs is located below the title bar on the PowerPoint window. PowerPoint വിൻഡോയുടെ താഴെയുള്ളത് ഏതാണ്? ടാബ്. ഇപ്പോൾ
ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൽ പ്രസൻറ്റേഷൻ, സെക്കൻഡ് വൺ സ്റ്റാർട്ട് മെനു, തേർഡ് ടാബ്സ്, TABS ടാബ്സ്. ഓക്കെ, ഇനിയും ഒരു സെക്ഷനോടെ നമുക്ക് പഠിക്കാം, സേവിങ് എ ന്യൂ പ്രസൻറ്റേഷൻ. പുതിയ പ്രസൻറ്റേഷൻ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, നോക്കിക്കേ. യു നീഡ് ടു സേവ് യുവർ പ്രസൻറ്റേഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ടു അവോയ്ഡ് ലോസ് ഓഫ് ഡേറ്റ ഡ്യൂ ടു പവർ ഫെയിലിയർ ഓർ അതർ കമ്പ്യൂട്ടർ മാൽ ഫങ്ഷൻസ്. എന്താണ് സേവിങ് എ ന്യൂ പ്രസൻറ്റേഷൻ? പുതിയൊരു പ്രസൻറ്റേഷൻ സേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊരു പേപ്പർ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വിചാരിക്കും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാമെന്ന് വിചാരിക്കും. മേ ബി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്തതെല്ലാം എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും അല്ലേ സിസ്റ്റത്തിന് എന്തെങ്കിലും സംഭവിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്തത് ഫുള്ള് നഷ്ടപ്പെടും. പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തൊട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? സേവ് ചെയ്ത് കൊടുക്കണം. അപ്പം സപ്പോസ് കറണ്ട് പോയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചാലോ ഒന്നും നമ്മൾ ചെയ്ത അത്രയും എന്ത് ചെയ്യും? അവിടെ സേവ്ഡായിട്ട് കിടക്കും അല്ലേ? മനസ്സിലായോ മിസ് എന്താ പറഞ്ഞതെന്ന്? ഓക്കെ, അപ്പം സേവിങ് എ ന്യൂ പ്രസൻറ്റേഷൻ, എങ്ങനെ പ്രസൻറ്റേഷൻ സേവ് ചെയ്യാം എന്നാണ് ഇനി നോക്കുന്നത് കേട്ടോ. ടു സേവ് എ പ്രസൻറ്റേഷൻ, എങ്ങനെ പ്രസൻറ്റേഷൻ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കിക്കേ, ക്ലിക്ക് ദ ഫയൽ ടാബ്. സേവ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം? ആദ്യം ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ദ ഫയൽ വിൻഡോ അപ്പിയേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ 5.4. 5.4ൽ കാണുന്നത് പോലെ ഫയൽ വിൻഡോ അപ്പിയർ ആയിട്ട് വരും. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താ പറയുന്നത്? ഓൺ ദ ലെഫ്റ്റ് പെയിൻ ക്ലിക്ക് ദ സേവ് ഓപ്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ 5.5. എന്താണ്? ഫിഗർ 5.5 കാണുന്ന പോലെ സേവ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സെക്ഷനിൽ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൺ ദ ലെഫ്റ്റ് പെയിനിൽ സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഫയലിൻ്റെ തൊട്ട് താഴെയായിട്ട് സേവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫയൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ലെഫ്റ്റ് സെക്ഷനിൽ സേവ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ദ സേവേഴ്സ് ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ്. സേവ് ആസ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് അപ്പിയർ ആയിട്ട് വരും. ഓക്കെ, ദെൻ സേവ് ആസ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പം ഫ്രം ദ ലെഫ്റ്റ് പെയിൻ സെലക്ട് ദ ലൊക്കേഷൻ വെയർ യു വാണ്ട് ടു സേവ് ദ പ്രസൻറ്റേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലെഫ്റ്റ് പെയിനിൽ ഏത് ലൊക്കേഷനിലാണോ നമുക്ക് ആ പ്രസൻറ്റേഷൻ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ ഡിസ്ക് സിയിൽ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടത്, അല്ലെ വേറെ ഏതെങ്കിലും പ്ലേസിൽ നിങ്ങൾക്ക് സേവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഏത് ലൊക്കേഷനിലാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്താണ്? ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? In the file name box, enter the desired name for the presentation. ഇനി എന്താണ്? ഫയൽ നെയിം ബോക്സിൽ അപ്പോൾ തൊട്ട് താഴെ കണ്ടോ 5.6ൽ കണ്ടോ ഫയൽ നെയിം ബോക്സ് കണ്ടോ? ഓക്കെ, അവിടെയാണ് എന്ത് പേരാണോ നമുക്ക് കൊടുക്കേണ്ടത് ആ പേര് നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ആ ഫയൽ നെയിം ബോക്സിൽ ഏത് പേരാണോ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണ്ടേ ആ പേര് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്ത് ചെയ്താൽ മതി? ക്ലിക്ക് ദ സേവ് ബട്ടൺ. ദ നെയിം ഓഫ് ദ പ്രസൻറ്റേഷൻ അപ്പിയേഴ്സ് ഇൻ ദ ടൈറ്റിൽ ബാർ ആസ് ഷോൺ ഇൻ ഫിഗർ 5.7. എന്നിട്ട് എന്ത് ചെയ്യുക? സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ഏറ്റവും തൊട്ട് താഴെ 5.6 എന്ന് പറയുന്നതിൻ്റെ അകത്ത് തൊട്ട് താഴെ സേവ് എന്ന് പറയുന്ന സെക്ഷൻ കണ്ടോ? എന്ന് പറയുന്നത് പോലെ തന്നെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.